ശ്രീജിത്ത്, നമ്മുടെ ക്രിസ്ത്യൻ ബിഷപ്പുമാരെല്ലാം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിൽ കേക്കുമായി എത്തുന്നു എന്ന് കേൾക്കുന്നു. പ്രതിപക്ഷത്തിന്റെ കരുതലുകളും ഇതെല്ലാം പാളിയോ, തന്ത്രമൊക്കെ പാളിപ്പോയോ? അല്ല, അതിനാണ് സാധ്യത. നമുക്കറിയാം, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലായിരുന്നു ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നീക്കങ്ങൾ. അവർ ഛത്തീസ്ഗഡിലെത്തുന്നു, ജോൺ ബ്രിട്ടാസ് എത്തുന്നു, എ റഹീം എത്തുന്നു, അവിടുത്തെ പോലീസുകാരെ ഇംഗ്ലീഷ് പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ് എ റഹീം ചെയ്തത്. അത് നാം കണ്ടതാണ്. പിന്നീട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും പല നീക്കങ്ങളും ഉണ്ടാകുന്നു. പാർലമെൻറ്റിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഘട്ടങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. മുൻകാലങ്ങളിലായിരുന്നു BJP ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ മൗനം പാലിക്കുകയോ പിൻവലിയുകയോ ചെയ്തിരുന്നു. പക്ഷെ രാജീവിൻ്റെ ഒരു പുതിയ തന്ത്രമായിരിക്കാം. പുതിയ രാജീവിനെയാണല്ലോ കാണുന്നത്. BJP നേതൃത്വവുമായി ബന്ധപ്പെട്ട് നാം പരിശോധിക്കുകയാണെങ്കിൽ ഇക്കാലങ്ങളിൽ കാണുന്നതെല്ലാം പുതിയ നീക്കങ്ങളാണ്. ആ നീക്കത്തിന്റെ ഭാഗമായിരുന്നു അനൂപ് ആന്റണി അവിടെ പോകുന്നു. അദ്ദേഹം അവിടെ നിരന്തരം ഈ മുഖ്യമന്ത്രിയെ കാണുന്നു, ഉപമുഖ്യമന്ത്രിയെ കാണുന്നു, ആഭ്യന്തരമന്ത്രിയുമായി സംസാരിക്കുന്നു. അങ്ങനെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടായത് കൊണ്ടാണ് ഇത്രയും വേഗത്തിൽ ജാമ്യം ലഭിച്ചത്. അത് നമുക്കറിയാവുന്ന കാര്യമാണോ? അല്ലാതെ NIA കോടതിയുമായി ബന്ധപ്പെട്ട് ഒരു കാലത്തും ഇത്രയും വേഗത്തിൽ ജാമ്യം ലഭിക്കില്ല. അപ്പോൾ രാജീവിന്റെ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടെന്ന് തന്നെയാണ് സഭാ നേതൃത്വത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് സഭയുമായി ബന്ധപ്പെട്ടവർ ഈ ജാമ്യത്തിന് പിന്നാലെ അവർ പ്രതികരിക്കുകയുണ്ടായി. BJPക്ക് അനുകൂലമായി, നരേന്ദ്രമോദിക്ക് അനുകൂലമായി, അമിത്ഷായ്ക്ക് അനുകൂലമായാണ് അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടായത്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനം നടത്തുകയാണ്. ഈ ഏറ്റവും അവസാനം നാം കണ്ടതാണ്, ഈ കോടതിയുടെ വരാന്തയിൽ തന്നെ ബ്രിട്ടാസ് പൊട്ടിക്കരയുന്ന സമാനമായി സംസാരിക്കുകയാണ്. ഇവർ BJP രാഷ്ട്രീയം കളിക്കുകയാണ്, കന്യാസ്ത്രീകളെ വാഹനത്തിൽ, രാജീവിന്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നു എന്ന രീതിയിൽ പറയുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഛത്തീസ്ഗഡിലൊന്നും വലിയ റോളൊന്നുമില്ല. എന്തിനാണ് അവിടെ കയറി പോയതെന്ന് തന്നെയാണ് ഇപ്പോൾ മലയാളികൾ ചോദിക്കുന്നത്. അവിടെ പോയിട്ട് BJPക്ക് അഗേൻസ്റ്റ് പ്രചരിപ്പിക്കുക എന്നുള്ള മാത്രമാണ്. നിങ്ങൾ കണ്ടില്ലേ, കേന്ദ്രം BJP ഭരിക്കുന്ന ഒരു കേന്ദ്രമായിട്ടും കൂടി നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അത് എവിടെയാണ് പ്രചരിപ്പിക്കാനുള്ളത്? അത് കേന്ദ്രത്തിലാണോ അതോ ഛത്തീസ്ഗഡിലാണോ കേരളത്തിലാണോ? കേരളത്തിൽ ഇത് കൃത്യമായി തന്നെ മുതലാക്കാൻ പോകുന്നത് UDFന് അനുകൂലമാണ്. ഈ കന്യാസ്ത്രീകളുടെ സഹോദരൻ വന്ന് ആദ്യം കെട്ടിപ്പിടിച്ചത് റോജിയാണ്. റോജി ആരുടെ MLA ആണ്? കോൺഗ്രസിന്റെ MLA ആയിരുന്നു. പിന്നീട് അവിടെ എത്തിയത് അനൂപ് ആന്റണിയാണ്. അനൂപ് ആന്റണി ആരാണ്? BJP നേതാവാണ്. അത് കാലാകാലങ്ങളായിട്ട് കോൺഗ്രസുമായിട്ടാണ് ഇവർക്ക് ബന്ധം, അല്ലെ? ക്രിസ്ത്യൻ സമൂഹത്തിന് കോൺഗ്രസിനാണ് കൂടുതൽ, അല്ലാതെ CPM-ഓ BJP-യോ ഒന്നും അല്ല, അല്ലേ? അല്ല, അത് മുതലെടുക്കാൻ അങ്ങനെ ബ്രിട്ടാസ് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ, തങ്ങൾക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു 10 വോട്ട് ലഭിക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് കരുതിയാണ് പോയത്. പക്ഷെ അത് പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. UDF വലിയ രീതിയിൽ പ്രചരണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ തന്നെ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നു. അവരുടെ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് പല നേതാക്കളുടെ നേതൃത്വത്തിൽ മാർച്ചുകൾ നടത്തുന്നു. പക്ഷെ അവസാന ഘട്ടത്തിൽ എല്ലാം പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. ഇത് കൃത്യമായി മുതലെടുക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ നേതാക്കൾ രാജീവിന്റെ ഓഫീസിലെത്തി കേക്ക് മുറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് നാം സംസാരിക്കുകയാണെങ്കിൽ ഈ നരേന്ദ്രമോദി അമിത്ഷായും വന്നതിന് ശേഷം അവർ പൂർണ്ണമായി തന്നെ ലക്ഷ്യമിടുകയാണ്. കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ തങ്ങളിലേക്ക് വന്നാൽ മാത്രമേ അവർക്ക് വിജയിച്ചു കയറാൻ കഴിയുകയുള്ളൂ. അല്ലാതെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ പൂർണ്ണമായി തന്നെ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കൊണ്ട് അവർക്ക് ഇവിടെ അധികാരത്തിൽ വരാൻ കഴിയില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ BJP മുന്നേറുകയും അവർ ഈ ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കുന്നു. ഈ PC ജോർജിനെ, അദ്ദേഹത്തിന്റെ മകനെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു. അനൂപ് ആന്റണിയെ ജനറൽ സെക്രട്ടറി ആക്കുന്നു. ഷോൺ ജോർജിനെ വൈസ് പ്രസിഡന്റ് ആക്കുന്നു. ആ രീതിയിലുള്ള ക്രൈസ്തവരുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ എല്ലാം ഇത് ഞാനിപ്പോൾ സൂചിപ്പിച്ചതെല്ലാം ഈ 2004 ശേഷം നടന്ന 2024 ശേഷം നടന്നതാണ്. അതിനു മുൻപ് നാം പരിശോധിച്ചാൽ മനസ്സിലാകും, സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചപ്പോൾ തന്നെ തൃശ്ശൂരിലെ 26% ന്യൂനപക്ഷത്തിന്റെ വോട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് BJPക്ക് ബോധ്യമാവുകയും അതുകൊണ്ട് ആ സാഹചര്യത്തിലാണ് അവർ സുരേഷ് ഗോപി ഈ കൃത്യമായി തന്നെ ന്യൂനപക്ഷവുമായി അടുക്കുകയും ന്യൂനപക്ഷത്തിന്റെ പിന്തുണ ലഭിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ആ ശ്രമം വിജയിച്ചത് കൊണ്ട് തന്നെയാണ് 2024 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നത് കണ്ടു. BJP പരാജയപ്പെടും. പല മാധ്യമങ്ങളും വലിയ സർവേകൾ നടത്തി, കോടികൾ മുടക്കി സർവേ നടത്തിയിട്ട് സുരേഷ് ഗോപിക്ക് നൽകിയത് 3ാം സ്ഥാനമാണ്. 3ാം സ്ഥാനത്ത് ഇപ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുത്ത മുരളീധരൻ 1ാം സ്ഥാനത്താണ് സർവേയിൽ നിൽക്കുന്നത്. പക്ഷേ ജനവിധി വന്നപ്പോൾ മറിച്ചാണ് നാം സംഭവിക്കുന്നത് കണ്ടത്. പക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു വലിയൊരു പങ്കുള്ള ഭാഗമാണ്. അതുമാതിരിയല്ല തിരുവനന്തപുരം. ഇവിടെ ഹിന്ദുക്കളാണ് കൂടുതലുള്ളത്. അങ്ങനെ ഒരു സ്ഥലത്ത്
ഹിന്ദുക്കളെ വെറുപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട് ഹിന്ദുക്കളെ വെറുപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അല്ല, ഞാനിപ്പം ഒരു മാനുഷിക ഇതിൽ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ആൾക്കാർ അവിടെ മറ്റേ കന്യാസ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യണം, ഹിന്ദുക്കൾ സപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷേ അവിടെ എഗെയിൻ ഹിന്ദു മത പരിവർത്തനമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു സെന്റിമെന്റ്സിൽ വർക്ക് ചെയ്യണ കാര്യമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ BJPക്ക് ഹിന്ദു വോട്ട് വേണ്ടേ? ഇവിടെ ചിലപ്പോൾ അവർക്ക് അടിയാവില്ലേ? തിരുവനന്തപുരത്ത്, തൃശ്ശൂർ സംബന്ധിച്ചു കാരണം അവർക്ക് വേണം, കിട്ടും അവിടെ ചെയ്താൽ. പക്ഷെ ഇവിടുത്തെ കാര്യം, ഈ രാഷ്ട്രീയ കളി ഇവിടെ നടക്കുമോ? അല്ല, തിരുവനന്തപുരത്ത് ക്രൈസ്തവർ വോട്ട് ചെയ്തില്ലെന്ന് ആര് പറഞ്ഞു? കഴിഞ്ഞ തൃശ്ശൂരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവെന്നേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ എടുത്തു നോക്കാം. കോവളവും അതോടൊപ്പം തന്നെ നെയ്യാറ്റിങ്കര മണ്ഡലത്തിൽ ഇന്ന് BJP 2ാം സ്ഥാനത്താണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നിയമസഭ പരിശോധിച്ചാൽ കോവളത്ത് 46,000 വോട്ടോട് കൂടി തന്നെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന BJP-യാണ്. CPM അവിടെ 3ാം സ്ഥാനത്താണ് പോയിരിക്കുന്നത്. പക്ഷേ ഈ തൃശ്ശൂരിൽ സംഭവിച്ചതുപോലെ തന്നെ ഒരു സംഘടിതമായ വോട്ട് ബാങ്ക് BJP-യിലേക്ക് വന്നില്ല. അതായിരുന്നു അവിടുത്തെ പ്രശ്നം. പിന്നൊരു കാര്യമുണ്ട്, ഈ ഛത്തീസ്ഗഡിലെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെ കർശനമായ നിയമങ്ങളുണ്ട്. അത് പാലിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോവുക. ഇപ്പോൾ ഒരു മലയാളികളുടെ പ്രാദേശിക വിഷയമാണല്ലോ, നാം കണ്ടതാണ്. കർണാടകയിൽ ശിരൂരിൽ അർജുനുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വൈകാരിക പ്രശ്നമുണ്ടായിരുന്നു. അത് പൂർണ്ണമായി തന്നെ നാം അവിടെ കർണാടക സർക്കാരിന് മുതൽ സമ്മർദ്ദം ചെലുത്തി. അവർ പകുതി ഘട്ടമായപ്പോൾ ഇനി വേണ്ട, ഈ ലോറി കണ്ടെത്തണ്ട എന്ന രീതിയിൽ അവർ പിന്നോട്ട് പോകുന്നത് കണ്ടു. അതുപോലെ തന്നെയാണ് ഇത് മലയാളികളുടെ ഒരു പ്രശ്നമായതുകൊണ്ടാണ് BJP ഉൾപ്പെടെയുള്ളവർ രാജീവ് ചന്ദ്രശേഖറിനോട്, രാജീവ് പലതവണ അത് ആവർത്തിക്കുന്നുണ്ടല്ലോ, എന്നോട് സഭാ നേതൃത്വം സഹായം ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ആവശ്യപ്പെടുന്നവർക്ക് സഹായം എത്തിക്കുക എന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത് ജാതി, അതെ, അത് ജാതി മത പരിഗണനയില്ലാതെ അവരെ സഹായിക്കുക എന്നത് ഒരു രാജീവിന്റെ അല്ല, ഒരു പ്രസിഡന്റിന്റെ, രാജീവ് എന്ന വ്യക്തിയുടേതല്ല, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അത് നിറവേറ്റുക എന്നത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്, അല്ലെ? പിണറായി വിജയൻ മൗനം പാലിക്കുകയാണ്. പിണറായി കാണാനില്ല. പിണറായി കാണാനില്ലാതിരിക്കുന്ന ഒരു സമയത്തേക്കാണ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഓടിയെത്തി ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ ഒരു BJPക്ക് നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയം കാണും, പക്ഷെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് രാഷ്ട്രീയം ഇത് പാടില്ലല്ലോ. അദ്ദേഹത്തിന് മുന്നിൽ മുസ്ലിമും ക്രിസ്ത്യനും എല്ലാവരും ഒരുപോലെയാണ്. ആ രീതിയിൽ തന്നെയാണ് രാജീവും കണ്ടത്. രാജീവ് മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു. ഇപ്പോൾ വലിയ പ്രതീക്ഷയോടെ കേരളത്തിൽ വന്നിൽ നിൽക്കുന്ന ഒരു പ്രസിഡന്റ് എന്ന നിലയിലാണ്. അദ്ദേഹത്തോട് സഭാ നേതൃത്വം സഹായം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ തീവ്ര ഹിന്ദു ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്ന് വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. അത് ചിലപ്പോൾ അത് മാറ്റിയെടുക്കാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകും. ആ ചർച്ചകളും എന്തായാലും മുന്നോട്ട് പോകുകയുമല്ലോ. പക്ഷെ സഹായം ചോദിക്കുന്നവരെ ചവിട്ടിപ്പുറത്താക്കുന്ന രീതി അത് ഏത് രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ചാലും തെറ്റായിരിക്കും. ചിലപ്പോൾ അങ്ങനെ കാണിക്കുന്നത് പ്രധാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് മാത്രം, ഞങ്ങളുടെ പാർട്ടിക്ക് കോടതിയുണ്ട്, പോലീസുണ്ട്, അല്ലെ, തീവ്രത അളക്കുന്ന മെഷീനുകളുണ്ട്, ആ രീതിയിലുള്ള ഒരു പാർട്ടിയാണ്. എന്തായാലും ആ രീതിയല്ല എന്തായാലും BJPയും കോൺഗ്രസും ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. അവർ അവരോട് സഹായം അഭ്യർത്ഥിക്കുന്നവരോട് അവർ സഹായം നൽകുന്നതാണ് പതിവ്. അത് തന്നെയാണ് രാജ്യവും ഇവിടെ നടപ്പിലാക്കുന്നതും. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇത് കന്യാസ്ത്രീ വിഷയം വലിയ തിരിച്ചടിയാണ് BJPക്ക് ഉണ്ടാക്കുമെന്നായിരുന്നു തുടക്കം കരുതിയിരുന്നത്. അവസാന ഘട്ടത്തിൽ ഇപ്പോൾ കേക്കുമായുള്ള നയതന്ത്രം വീണ്ടും വരുമ്പോൾ രാജീവിനും BJPക്കും വലിയ പ്രതീക്ഷയാണ് വരുന്നത്. ആ പ്രതീക്ഷ വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് അറിയാൻ പറ്റൂ. ഇനി ഒരു വർഷത്തിനിടയിൽ തന്നെ 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ വരുന്നു. ആ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വിജയം കൊയ്യാൻ കഴിയുകയാണെങ്കിൽ രാജീവിന്റെ ഈ തന്ത്രങ്ങൾ ബലിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.